1936 സെപ്റ്റംബറിൽ കോതമംഗലത്തിന് സമീപം ഊഞ്ഞാപ്പാറയിലാണ് ടി.യു. കുരുവിളയുടെ ജനനം. 28-ാം വയസ്സിൽ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ടി.യു. കുരുവിള 14 വർഷം പഞ്ചായത്തിനെ നയിച്ചു. മികച്ച സഹകാരി കൂടിയായ കുരുവിള കീരമ്പാറ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ആയിരുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ടി.യു. കുരുവിള നിർണായക ശക്തിയായിരുന്നു. കോതമംഗലത്ത് പാർട്ടിയുടെ അവസാന വാക്ക്. കോതമംഗലം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ച കുരുവിള 2006-2011 തെരഞ്ഞെടുപ്പുകളിൽ കോതമംഗലത്ത് നിന്ന് ജയിച്ച് നിയമസഭയിലെത്തി. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന് പിന്നാലെ പി.ജെ. ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ ടി.യു. കുരുവിള അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. എന്നാൽ ഒരു വർഷം മാത്രമാണ് മന്ത്രിസ്ഥാനത്ത് കുരുവിളയ്ക്കിരിക്കാൻ സാധിച്ചത്. രാജകുമാരി ഭൂമി ഇടപാടിൽ കുടുങ്ങി 2007-ൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 2010-ൽ ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായി ലയിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിലെത്തി. യാക്കോബായ സഭാംഗമായ കുരുവിള സഭയുടെ ലേ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സഭയുടെ ബഹുമതികളായ ഷെവലിയാർ സ്ഥാനം, മോർ അഫ്രേം മെഡൽ, കമാൻഡർ സ്ഥാനം, ബാർ എഥോ ഷാറുറോ സ്ഥാനം എന്നിവയും കുരുവിളയ്ക്ക് ലഭിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കെയാണ് അന്ത്യം.